ദൈവത്തിൻ്റെ തിരുനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. എല്ലാവരെയും റെപ്രസെൻ്റ് ചെയ്താണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒത്തിരി ഒരു വളരെ വിഷമത്തോടു കൂടി അച്ഛനെയും കൊച്ചിനെയും വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എക്സാക്ട് അല്ല വലിയൊരു കാര്യമുണ്ടായിരുന്നു. അത് ആരായിരുന്നു എന്ന് വെച്ചാൽ ലേമോളാണ്. ഒരു മോള് വരുന്നുണ്ട്, അലീസിയുടെ പ്രായത്തിൽ ഒരു മോള് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. ശരിക്കും അതൊരു വലിയൊരു സ്റ്റാർ ആയിരുന്നു. സോ താങ്ക് യു മോളു ഫോർ ബീങ് എ ഗുഡ് ഫ്രണ്ട്. ഓക്കെ, ഞാനത് പറഞ്ഞോളാം. പക്ഷേ അന്നത്തെ ആ എക്സൈറ്റ്മെന്റ് അന്ന് മുതൽ ഇന്ന് വരെ ഒരു പ്രയർ ഗ്രൂപ്പ് സെക്രട്ടറി എന്നുള്ള രീതിയിൽ എന്നെ ഒത്തിരി എൻകറേജ് ചെയ്ത പല കാരണങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറഞ്ഞാൽ അച്ഛൻ തന്ന ഫ്രീഡം. ഇവിടെ നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് ഉള്ള ഒരു പൂർണ്ണ ഫ്രീഡം. ഫോർ എക്സാമ്പിൾ എൻ്റെ പ്രവാസമുണ്ട്, നമ്മുടെ വന്ന സമയത്ത് നമ്മുടെ പ്രയർ ഗ്രൂപ്പിൽ ആരെങ്കിലും ആയിരുന്നു പ്രസംഗിക്കുന്നത്. ചാൻസസിനുള്ളപ്പോൾ മുതൽ അങ്ങനെയായിരുന്നു അല്ലേ. പക്ഷെ അച്ഛൻ വന്ന സമയത്ത് അച്ഛൻ ആദ്യത്തെ 1-2 മാസം എനിക്ക് ഓർമ്മയുണ്ട്. അതിലേക്ക് ഒരു യൂസ്ഡ് ആയിട്ട് വരാനായിട്ട് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ പോലെ എങ്ങനെയാണ് അത് സാധാരണ ആദ്യ നാട്ടിൽ ചിലപ്പോൾ ഇല്ലാത്തൊരു പദമായിരിക്കാം. പക്ഷെ പെട്ടെന്ന് അതിലേക്ക് യൂസ്ഡ് ആയെന്ന് മാത്രമല്ല ബാക്കി എല്ലാ പ്രേയറുകളും നമ്മൾ അത്രയും എൻകറേജ് ചെയ്ത് ഒരു ഒറ്റ തവണ മാത്രമേ ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ പ്രയർ ഗ്രൂപ്പിൽ ഒരു പ്രസംഗിക്കുന്ന ഒരാളെ കിട്ടാതുള്ളൂ. ഒരു പ്രാവശ്യം അന്നേരം അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ അത് ഒട്ടനെ ഇമ്മീഡിയറ്റ് ആയിട്ട് പറഞ്ഞു, നമുക്ക് സുനിലിനെ വിളിക്കാം, സുനിൽ നല്ല പ്രാസംഗികയാണ്, സൊല്യൂഷൻ ഇമ്മീഡിയറ്റ്ലി. ഞാൻ കുറച്ചുകൂടെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അങ്ങനെയല്ല, ഔട്ട്സൈഡ് സുനിലിനെ വിളിച്ചിട്ട് അത് മാത്രവുമല്ല ബാക്കി എല്ലാ പ്രയർ ഗ്രൂപ്പ്സിലോട്ടും ഇപ്പൊ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത എല്ലായിടത്തും ആൾക്കാരെ എൻകറേജ് ചെയ്ത് അവർ വന്നിട്ട് അത് വലിയ ഒരു കഴിവാണ്, ഒരു ടാലന്റ് ആണ്. അച്ഛാ താങ്ക് യു സോ മച്ച് ഫോർ റെക്കഗ്നൈസിങ് അതേഴ്സ്. ഇതിപ്പം ആ റെക്കഗ്നേഷൻ തന്നെ ഇതിപ്പോ ഒരു കസേര ഞാൻ പ്രതീക്ഷിച്ചതല്ല, ഞാൻ അവിടെ ഇരിക്കാന്നുള്ളതായിരുന്നു. പക്ഷെ അച്ഛനതല്ല, അവിടെ വിളിച്ച് അതാണ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിരിക്കും. ദാറ്റ് ഇസ് ഓണറിങ്, ദാറ്റ് ഇസ് എ റെസ്പെക്ട്. ആ ഓണറാണ് അച്ഛൻ ഞങ്ങൾക്കും അച്ഛനോട് കാപ്പ എന്ന് പറഞ്ഞത്, പുരോഹിതൻ എന്ന് പറയുമ്പോൾ എത്ര തന്നെയാണെങ്കിലും അതിന് നമുക്കൊരു വലിയൊരു റെസ്പെക്ട് ഉണ്ട്. കർത്താവ് കഴിഞ്ഞ് തന്നിരിക്കുന്ന ഒരു പൗരോഹിത്യ ധ്യാനമാണത്. നമ്മളത് ഓണർ ചെയ്യാൻ, നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു. അത് അച്ഛൻ തിരിച്ച് നമ്മളെ ഓണർ ചെയ്യാനും റെസ്പെക്ട് ചെയ്യാനും കാണിക്കുന്നു എന്നുള്ളത് അത് ഒരു വലിയ ഒരു കഴിവാണ് അച്ഛാ. താങ്ക് യു സോ മച്ച്. ഒരിക്കലും അത് മാറാതിരിക്കട്ടെ. എന്തെന്നും ബാക്കിയുള്ളവരെ എൻകറേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കഴിവാണ് അത് മാറട്ടെ. മൂന്നാമത്തെ ഒരു കാര്യം പ്രാർത്ഥന. നമുക്കൊരു പേഴ്സണൽ കാര്യമുണ്ടെങ്കിൽ എന്ത് വിഷയമാണോ അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ അവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഫലം വരുന്ന എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു. അത് എനിക്ക് പേഴ്സണലി എനിക്ക് വന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഡാഡി മരിച്ചു. ഞാനതൊരു ജോലിക്ക് കയറിയതേ ഉണ്ടായിരുന്നുള്ളൂ. ഡാഡി നാട്ടിൽ പോയി വന്നു. അപ്പോൾ ഞാൻ ജോലിക്ക് കയറിയ സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഒരു ലോസഫിയിൽ ഞാൻ പോയി വന്ന് 3-ാമത്തെ ദിവസം ഡാഡി മരിക്കുന്നു. ഞങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി തിരിച്ച് നാട്ടിൽ പോകുന്നു. ആ വിഷമത്തിലൂടെ തിരിച്ച് വന്നു കഴിഞ്ഞ് 2-ാമത്തെ ദിവസം എൻ്റെ ജോലി പോയി. ഞാൻ പ്രൊബേഷൻ പീരീഡ് ആയിരുന്നു എൻ്റെ ജോലി പോയി. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത സിറ്റുവേഷൻ ആയിപ്പോയി. അന്നേരം ഞാൻ വന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛ ഇതാണ് സംഭവം. അച്ഛൻ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞ അത്ഭുതമാണ് ഇപ്പോഴത്തെ കൗൺസിലർ ഒരു ജോലി. അതൊരിക്കലും അങ്ങനെ എന്നെ തിരഞ്ഞെടുക്കാൻ അവിടെ യാതൊരു കാരണമില്ല. കാരണം എനിക്ക് ഇവിടെ വേറൊരു ഗവൺമെന്റ് എക്സ്പീരിയൻസ് ഇല്ല. ബാക്കി എല്ലാവരും ട്രാവൽ വന്നിട്ട് ഇപ്പൊ ഒരു കൊല്ലം കഴിയുന്ന കൗൺസിലർ കർത്താവിന്റെ കൃപ. നമുക്ക് വന്നിരിക്കുന്ന വിഷമങ്ങൾ എന്ത് തന്നെ പ്രാർത്ഥനാ വിഷയം നമുക്ക് തുറന്ന് പറയാൻ പറ്റുന്ന ഒരു വൈദികൻ, പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു വൈദികൻ എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു മഹത്വമാണ്, കർത്താവിന്റെ ദാനമാണ്. പിന്നെ കുർബാന പറയുന്ന കാര്യമുണ്ട്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് കുത്തുമോ, ഇത്രയും മനോഹരമായിട്ട് ഇംഗ്ലീഷ് കുത്തുമോ കേൾക്കാൻ പറ്റുന്നുള്ളത് അതൊരു വലിയ ഒരു ബ്ലെസ്സിങ്. അച്ഛൻ പറഞ്ഞു അച്ഛൻ ആദ്യമായിട്ടാണ് കുർബാന ഇംഗ്ലീഷിൽ ചൊല്ലുന്നത്. എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല അച്ഛാ. കർത്താവിന്റെ അമേസിംഗ് ബ്ലെസ്സിങ്. മലയാളം കുത്തുമോ പോട്ടെ, പറയേണ്ട കാര്യം ഇംഗ്ലീഷ് കുത്തുമോ ഇത്രയും മനോഹരമായിട്ടോ. അത് അത്രയും നമുക്കൊരു കണ്ടീസ് പറയുന്നുണ്ടായിരുന്നു. ഇംഗ്ലീഷ് കുർബാനയ്ക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ വ്യത്യാസം പോലും അറിയാതെ ആ ഫീലിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ. ദാറ്റ് ഈസ് ജസ്റ്റ് അമേസിംഗ്. അത് ദൈവത്തിന്റെ വലിയൊരു ദാനമാണ്, ഹൃദയമാണ്. ഏറ്റവും അവസാനമായിട്ട് ടൈം. എന്ത് പറഞ്ഞാലും ആ ടൈമിൽ നിർത്താനുള്ള ഒരു കഴിവ്. ദാറ്റ് ഈസ് ജസ്റ്റ് ഗോഡ്സ് ഗ്രേസ് അല്ലേ. നമുക്കറിയാം അത് എങ്ങനെയാണ് നമുക്ക് സാധിക്കാൻ പറ്റുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്കറിയാം ബാക്കി രക്ഷിക്കാൻ അനേകം കാര്യങ്ങൾ പറഞ്ഞിട്ട് ക്ലീൻ ചെയ്യുന്നതാണെങ്കിലും മക്കളെ എൻകറേജ് ചെയ്യുന്ന കാര്യമാണെങ്കിലും കുഞ്ഞു കെട്ടുന്നതാണെങ്കിലും ആരും പറയുന്നുണ്ടായിരുന്നു ആരാണ് അവിടെ ഇരിക്കുന്നത് ഇങ്ങനെ ഒരു കുഞ്ഞിയൊക്കെ വെച്ചിട്ട് അവിടെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഏതാ
പരിസരങ്ങളിൽ നിന്ന് ടേക്ക് കെയർ ചെയ്തത്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ അച്ഛ. കൊച്ചമ്മ, കൊച്ചമ്മയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഞാൻ പറഞ്ഞ ലീഡർഷിപ്പ് ആൻഡ് ടീച്ചിങ് ഗിഫ്റ്റ്, ഒരു ടീച്ചർ ആവുക, ഒരു ടീച്ചിങ് ഗിഫ്റ്റ് കിട്ടുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അത് ഇവിടെ വന്ന് ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ ഇവിടെ ഒരു ജോലി നേടിക്കാം. ഇതിന് വെരി ഷോർട്ട് ടൈം. അച്ഛനും കൊച്ചമ്മയും പറയും ഈ മഹാനിൽ നിന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമാണത്. ദാറ്റ് ഈസ് ഹ്യൂമിലിറ്റി. കർത്താവിന് കൃപ കൊടുക്കുന്ന ഒരു കൃപ. അത് വേറെ എന്ത് എനിക്ക് പല സിറ്റുവേഷൻസിൽ എല്ലാ ഒരു ഡൗട്ട് ഉണ്ടെങ്കിലും ഒരു അഡ്വൈസ് ഉണ്ടെങ്കിലും കൊച്ചിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചിനെ ഇത്രയും ആൾക്കാരെ പഠിപ്പിച്ച ഒരു എക്സ്പീരിയൻസ് കൊണ്ടാവാം. The words of wisdom will come out of her. That is true. അത് റൈറ്റ് വിസ്ഡമാണ്, റൈറ്റ്. അതൊരു അമേസിംഗ് ഗിഫ്റ്റാണ്. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു കൃപയാണ്. അനേകം കുഞ്ഞുങ്ങൾക്ക് ഒരു മാതൃകയായിട്ട് മാറാൻ, കർത്താവിന്റെ വചനം പറഞ്ഞു കൊടുക്കാൻ ദൈവം അനേകം പ്രാവശ്യം അനുഗ്രഹിക്കട്ടെ. കൊച്ചിനെ ലേമോൾ ആസ് ഓൾവേസ് അച്ഛൻ്റെ കൊച്ചമ്മയുടെ ഒരു മോളെന്നുള്ള രീതിയിലല്ല. ഞങ്ങളുടെ ഒരു കൊച്ച് അലീസിയയുടെ ഫ്രണ്ട്, അലീസിയയുടെ ഡാൻസ് മീറ്റ്. ഇങ്ങനെയാണ് ആ ഒരു ക്ലോസ്. ഞാൻ പറഞ്ഞില്ലേ വലിയൊരു സന്തോഷത്തോടു കൂടി അന്ന് അച്ഛൻ വന്നപ്പോഴേക്കും കുട്ടി വാക്കുട്ടിയുമായിട്ട് എയർപോർട്ടിൽ പോയ മക്കള് ഈ 3 കൊല്ലം ഇത്രയും മാറി പോകുന്നു എന്ന് കാണുമ്പോൾ അലീസിക്ക് മാത്രമല്ല ഈ ഇരിക്കുന്ന മക്കൾക്ക് എല്ലാവർക്കും ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള, ഇച്ചാൻ പറഞ്ഞ പോലെ ഒരു ബ്യൂട്ടിഫുൾ ടാലന്റഡ് ആയിട്ടുള്ള ഒരു അച്ഛനും കൊച്ചനെയും മോളെ നമുക്ക് ഗിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ 3 കൊല്ലം ഇത്രയും സപ്പോർട്ടീവായിട്ട് തന്ന ദൈവത്തെ ഒത്തിരി സ്തുതിക്കുന്നു. ഇനി ഏറ്റവും അവസാനം എനിക്ക് താങ്ക് ചെയ്യാനുള്ള നിങ്ങൾ ഓരോരുത്തരോടുമാണ്. നമുക്ക് പ്രേയർ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് അച്ഛൻ നോക്കുകയാണ്, നമുക്കൊരു അമൗണ്ട് റേസ് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മളൊരു ഡിസിഷൻസ് എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ നെഞ്ചിൽ ഒരു വലിയൊരു തീയാണ് വന്നത്. കാരണം ഞാൻ ജീവിതത്തിൽ ഇതുവരെയും ഇങ്ങനെ പൈസ കോർഡിനേറ്റ് ചെയ്തിട്ടില്ല. പ്രാർത്ഥിക്കാം, പക്ഷേ ഇങ്ങനെ വന്നൊരു കോർഡിനേറ്റ് ചെയ്യുന്നല്ലാതെ അവരോട് പൈസ ചോദിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നൊരു കാര്യമല്ല അത്. അത്രയും ഞാൻ സ്ട്രെസ് ആയിട്ടുള്ള അറിയാം. അങ്ങനെ ഞാൻ സ്ട്രെസ് ആയിരിക്കുന്ന ദിവസം എബിച്ചാൻ എന്നെ വിളിക്കുന്നു. ഞാൻ എബിച്ചാൻ്റെ പ്രസംഗത്തിന്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചത് എബിച്ചാൻ അറിയാം. എബിച്ചാൻ നമ്മുടെ പള്ളിയിലെ ട്രസ്റ്റി ആയ സമയത്ത് എബിച്ചാൻ സെയിം ഫീലിംഗ് ആയിരുന്നു. പക്ഷേ എബിച്ചാൻ പറഞ്ഞു ദാറ്റ് ഇസ് ഫോർ എ ഗുഡ് കോസ്. വി ആർ ആസ്കിംഗ് ഫോർ എ ഗുഡ് കോസ്. അപ്പം എൻ്റെ മനസ്സിൽ ഈ പരിശുദ്ധാത്മ ചില സമയത്ത് ഓരോരുത്തരെ കൊണ്ട് ഒരു പറയിക്കുന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ ഐ സെഡ് യെസ്. പുരോഹിതൻ എന്നുള്ള അച്ഛൻ, ആ അച്ഛൻ കൂടുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ഗിഫ്റ്റ് കൊടുക്കുക, അത് സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഉത്തരവാദിത്തമായിട്ട് ചോദിക്കാന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അപ്പൊ ഞാൻ കർത്താവിനെ എങ്ങനെ ചോദിക്കും? അതൊക്കെ ഇംഗ്ലീഷിൽ മെസ്സേജ് എഴുതാനൊന്നും എനിക്ക് പ്രശ്നമില്ല. ഇതിനൊരു മെസ്സേജ് എഴുതാൻ എനിക്ക് യു വോണ്ട് ബിലീവ് ഇറ്റ്, എനിക്ക് 5-6 ദിവസം എടുത്തു. അതിനെന്നെ ഹെൽപ്പ് ചെയ്തത് ജോസാണ്. മറ്റ് പ്രേയർ ഗ്രൂപ്പിലെ സെക്രട്ടറിമാരും അവരെങ്ങനെ ചെയ്തു, അവർ ചോദിച്ചു. ആ യൂണിറ്റി എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നതിന്റെ കാര്യം ഇന്ന പ്രേയർ ഗ്രൂപ്പ് വലുതാവുക എന്നുള്ളതല്ല. എല്ലാ പ്രേയർ ഗ്രൂപ്പ്സും ഒരുപോലെ യുണൈറ്റഡ് ആയിട്ട് ഒരുപോലെ നമ്മുടെ പള്ളിയിൽ മുന്നോട്ട് പോകണം. അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് അവരുടെ മെസ്സേജ് ഞാൻ ഓർഡർ ചെയ്തിട്ടാണ് ഞാൻ ഓരോരുത്തർക്കും ഞാൻ അത് അയക്കുന്നത്. അയച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും റെസ്പോൺസ്, ഓവർവെൽമിംഗ് റെസ്പോൺസ്, താങ്ക് യു സോ മച്ച്. എൻ്റെ കണ്ണ് നിറഞ്ഞു റിയലി. കാരണം ഞാൻ അത് പ്രതീക്ഷിച്ചില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്യുവാണ്. പക്ഷെ നിങ്ങളുടെ റെസ്പോൺസ് ദാറ്റ് കേം അലോങ്, ഓവർവെൽമിംഗ് റെസ്പോൺസ്. അന്ന് തന്നെയാണ് ഞാൻ ഹാൻസിനെ പറഞ്ഞു ഇതുവരെ പ്രേയർ മീറ്റിംഗിൽ വന്നിട്ടില്ല, പക്ഷേ ഷീ ഹസ് കം അലോങ്, റൈറ്റ്? ഇതുപോലെ ധാരാളം പേര് ഇതുവരെ വരില്ല എന്ന് പറഞ്ഞവർ പോലും വന്നു. സേ ഗുഡ് ബൈ ടു അച്ഛൻ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ ഓവർവെൽമിംഗ് റെസ്പോൺസ്. നിങ്ങളുടെ എല്ലാവരെയും റെപ്രസെന്റ് ചെയ്ത് ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ഒരു അമൗണ്ട് അച്ഛന് കൊടുക്കുകയാണ്. അച്ഛാ കൊച്ചമ്മ മോൾ, പ്ലീസ് കം ഫോർവേഡ് ആൻഡ് കളക്ട്. ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഗിഫ്റ്റ് ആണ്. കഴിയില്ല, ഒരു സർപ്രൈസും കൂടി ഉണ്ട്. ഇത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഈ കൂട്ടത്തിലുള്ള ഏറ്റവും ചെറുപ്പക്കാരിയാണ്. ഏറ്റവും ചെറുപ്പക്കാരി ആരായിരിക്കും? നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ചെറുപ്പക്കാരി തീർച്ചയാവോ? അമ്മച്ചി. വെൽക്കമിങ് അമ്മച്ചി ടു ദി സ്റ്റേജ് ടു ഗിവ് അച്ഛൻ ആൻഡ് കൊച്ചമ്മ a very special gift. അമ്മച്ചിയോട് ഞാനൊന്ന് പിക്ചറിൽ ഞാൻ പറഞ്ഞത് അമ്മച്ചിനെ കൊണ്ടുവരാൻ മറക്കില്ലേ, കൊണ്ടുവരണേ. അതായത് അമ്മച്ചി പറഞ്ഞ ഒരു കാര്യമുള്ളൂ, എനിക്ക് അച്ഛനെ കൊണ്ട് ഒരു ഫോട്ടോ എടുക്കണം. ഒത്തിരി എടുത്തിട്ടുണ്ട്. അയ്യോ ഒത്തിരി എടുത്തിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. വായോ
അച്ഛനും ഒരേ കാലയളവിലാണ് വന്നത്. അപ്പൊ അച്ഛൻ ഇതാ പോകുന്നു, ഞാൻ എങ്ങോട്ടും കേൾക്കുന്നതാണ്. ഞാനത് ഒരേ പ്രായക്കാരാണ് അമ്മച്ചി ഇവിടുത്തെ ഒരു ഐശ്വര്യമായിട്ട് എന്നും ഇവിടെ തന്നെ എന്തോ തരാൻ പറ്റതോ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. എവിടെ വെച്ച് എടുത്തിയാന്ന് പോലും ഓർമ്മയില്ല. ഓക്കെ ഓക്കെ താങ്ക് യു. പിന്നെന്താ എപ്പോഴും കാണുമ്പോൾ ചോദിക്കും, ഞാൻ ഒഴിഞ്ഞു മാറി പോകും നാടൻ കൊണ്ട്. ശരി താങ്ക് യു. താങ്ക് യു. ശരി ശ്രദ്ധിക്കുന്നോ? Thank you, Sudha. Thank you for your lovely message.